എന്നാൽ അവ ഓരോന്നും നിങ്ങളുടെ നേരെ തുറന്നു വെച്ചിരിക്കുന്ന ചാരക്കണ്ണുകളാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു അതിശയോക്തിയായി തോന്നിയേക്കാം. സാധാരണക്കാരന്റെ കണ്ണുകളിലൂടെ അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലൂടെ One of the current example of the gender and sex-based violence can be the Ajika Medical College rape and murder issue that happened in August 9 at West Bengal. എനിക്ക് ബാഹ്യശക്തിയുടെ നിയന്ത്രണമില്ലാതെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമെങ്കിൽ അതിനെ ഞാൻ എന്റെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കും. ഏറ്റവും പിന്നോക്ക രാജ്യമെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള ഉഗാണ്ടയിൽ 1986-90 കാലഘട്ടത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയിരുന്നു. ഗുഡ് മോർണിംഗ്. ഈ പ്രപഞ്ചത്തെ കയ്യിലെടുത്ത് അമ്മാനമാട്ടിക്കൊണ്ടൊരു അത്ഭുത സർഗാത്മ ശക്തിയെ കേട്ടിട്ടില്ലേ? ഞാനാണ് അത് അജയന മനുഷ്യൻ നയിക്കുന്നു, ഞാനഹർനിശം എന്റെ സന്ദേശം ജയിക്കുന്നു. വയലാറിന്റെ വരികൾ പറയുന്ന പോലെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പിൻബലത്തിൽ മനുഷ്യൻ തന്നെ അനുസ്യൂത പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളും സ്വകാര്യത അവകാശം എന്ന വിഷയത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി ഒട്ടനവധിയായ സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ അവ ഓരോന്നും നിങ്ങളുടെ നേരെ തുറന്നു വെച്ചിരിക്കുന്ന ചാരക്കണ്ണുകളാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു അതിശയോക്തിയായി തോന്നിയേക്കാം. എന്നാൽ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾ നൽകുന്ന ഉള്ളടക്കം, നിങ്ങൾ അതിൽ ചെലവഴിക്കുന്ന രീതി, നിങ്ങൾ ചെലവഴിക്കുന്ന സമയം തുടങ്ങിയവയെല്ലാം കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് നിങ്ങളുടെ അൽഗോരിതങ്ങൾ തന്നെ മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ പോലും അനുമതിയില്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകീർത്തിപ്പെടുത്തൽ, പ്രതികാര അശ്ലീലം, വോയിസ് ക്ലോണിംഗ്, ഡീഫേക്കിംഗ് തുടങ്ങിയ ഒട്ടനവധി കുറ്റകൃത്യങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തുടർക്കഥയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ പല നിയമ നടപടികളും കൈക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ്, വായ് മൂടിക്കെട്ടി കൂച്ചു വിളങ്ങിയിട്ട സാമൂഹ്യ മാധ്യമങ്ങളെ അല്ല നമുക്ക് ആവശ്യം. മറിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന, അവന്റെ വ്യക്തിഗത ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാത്ത, അതേസമയം തുറന്ന ആവിഷ്കരണ സ്വാതന്ത്ര്യമുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ തന്നെയാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. രണിതമായ ഇന്നലകളിലൂടെ നമ്മുടെ പ്രപിതാക്കൾ നമ്മൾക്ക് നേടിത്തന്ന ഈ മണ്ണ്, വൈജാത്യങ്ങളാൽ പ്രശോഭിതമായ ഇന്ത്യ, ഈ ദേശത്തിന്റെ നാഡീ മിടിപ്പുകൾ അറിയാൻ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. ഈ രാജ്യത്തിന്റെ അശരണരുടെ, അധമന്മാരുടെ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നരാധമന്മാരായ ഒരുപറ്റം ആളുകളുടെ വംശവരിക്ക് ഉടയാടുകളാക്കപ്പെട്ട ഒരുപറ്റം സാധുജനങ്ങൾ, അധികൃതരായ ഒരുപറ്റം മനുഷ്യർ, സാധു മനുഷ്യർ, അത്തരം ആളുകളുടെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് അവരുടെ കണ്ണുകളിലൂടെ സന്തോഷത്തെ നോക്കിക്കാണാൻ ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും അനീതി നേരിടുന്ന, അധാർമികത നേരിടുന്ന ഒരുപറ്റം വലിയ ഒരു ജനത നമ്മൾക്ക് ചുറ്റും വലയം പ്രാപിച്ചിട്ടുണ്ട്. അത്തരം ഒരു സമൂഹത്തെ അവരുടേതായ മാനവും അവരുടേതായ എല്ലാവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട്, അവരുടേതായ കൃത്യമായ ഒരു സ്പേസ് അവർക്ക് നൽകിക്കൊണ്ട് അതിലൂടെ സന്തോഷത്തെ നേടിയെടുക്കാൻ, അതിലൂടെ ഒരു സ്വപ്ന തുല്യമായ നമ്മുടെ ഈ ജീവിതത്തെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന, അതിലേക്ക് മുന്നിട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സാധാരണക്കാരന്റെ കണ്ണുകളിലൂടെ അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലൂടെ സ്വപ്നത്തെ നേരിൽ കണ്ടുകൊണ്ട് ആ സ്വപ്നത്തെ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അത്തരം ഒരു ഇന്ത്യയുടെ, ഭാസ്വരമായ ഒരു ഇന്ത്യയുടെ നാളെകളെ പടുത്തുയർത്താൻ നമ്മൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. What is sex education? Sex education can be simply defined as the rightful knowledge that a teenager should have regarding their sexual health and their body. Unfortunately, in our Indian education system, sex education has been confined into chapters regarding education of reproductive health in the class 9th and class 10th curriculum. Most of the teachers are reluctant to teach these chapters to their students because they think it is rather inconvenient or not that much important for the children. Even the parents are feel a sense of discomfort to discuss their sexual health problems with their children. Also, the states like Gujarat, Madhya Pradesh, Maharashtra have banned sex education. One of the current example of the gender and sex-based violence can be the Ajika Medical College rape and murder issue that happened in August 9 at West Bengal. In my opinion, this is because of the sense of disgust we have towards the word sex. Through proper ways of implementation of sex education and through proper methods to enhance sexual health, we can bring a great and positive change in the social structure of our country. Thank you and have a nice day. Let me start with something interesting. Dream is not what you see while sleeping. It's something that doesn't let you sleep. My inner instinct is my motive. I'm the person who believes in the right time for everything to happen. For me, a civil servant is a person who overcomes the hurdles and the barriers in his journey. And the one thing that
distinguish a civil servant from others is his unique and optimistic way. It's not about the goal, the one reach. It's about the right pathway that he balances to reach the goal. Today, this occasion, it's an honor to talk about something which is changing the fate of this nation and has a huge role in nation building since 1922. Ladies and gentlemen, it's the civil service. This is one of the prestigious organization, or we can say the institution, which has been a great role in the nation building process since the 1922. This isn't just a job, it's a way of life. For this way of life, a person has to go through lots of hurdles that an average person who's preparing for something else won't even imagine. It have emerged as a popular platform for information exchange and particularly for the glaring of social issues. It have both beneficial and bad impact on ourselves. It helps us to gather information at very low cost, and it also connect people to people. As we all know that if we enter into a platform, social media platform, we need to give our personal information, data, dislikes and likes, and these aspects are really vulnerable to the hacking. For hackers, this data is enough for them to hack our personal life and our information gathering, and it is also used for scarping and data breaching also. ബാലഗംഗാധര തിലകന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. അതെ, എനിക്ക് ബാഹ്യശക്തിയുടെ നിയന്ത്രണമില്ലാതെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമെങ്കിൽ അതിനെ ഞാൻ എന്റെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കും. എന്റെ സ്വാതന്ത്ര്യം എന്റെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും വരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം ഓരോരുത്തരുടെയും വാട്സപ്പിന്റെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ആയപ്പോൾ അതേസമയം ഇതേ നാട്ടിൽ മറ്റൊരു നിർഭയ കൂടി ഉണ്ടായി എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു ഘടകമാണ്. 2014 ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഈ റിപ്പോർട്ട് വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ഇതിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. സെക്സ് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളുക്കുന്നവരാണ് പലരും. NCERT പാഠപുസ്തകങ്ങളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തണമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അധികാരികൾ അതിന് യാതൊരു വിലയും നൽകിയില്ല എന്ന് മാത്രമല്ല, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ 6 സംസ്ഥാനങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് നിരോധിക്കുക വരെ ചെയ്തിട്ടുണ്ട്. സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമായി കേരളത്തിന് പോലും ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതല്ല സെക്സ് എഡ്യൂക്കേഷൻ, മറിച്ച് ലൈംഗിക ആരോഗ്യത്തെയും ലൈംഗിക പെരുമാറ്റത്തെയും കുറിച്ച് ജനങ്ങളിൽ വിജ്ഞാനവും നൈപുണ്യവും ഉണ്ടാക്കിയെടുക്കാൻ രൂപപ്പെടുത്തിയ ഒന്നാണ് സെക്സ് എഡ്യൂക്കേഷൻ. വരും തലമുറയിലെങ്കിലും ധാർമ്മിക ബോധവും മൂല്യവും അച്ചടക്കവും ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. അതിനായി സ്കൂൾ അധികൃതരും മാതാപിതാക്കന്മാരും മത സാമൂഹിക നേതാക്കന്മാരും മുൻകൈ എടുക്കണം. അനവധി വിദ്യാധാരങ്ങൾ നിറഞ്ഞ ഈ യാത്രയിൽ ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ഡൗൺ ആക്കും. എങ്കിൽ പോലും നമുക്ക് പ്രചോദനമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിലും ചില വ്യക്തികളുണ്ട്. നമ്മുടെ സുഹൃത്തായും ഓഫീസ് സ്റ്റാഫായും നമ്മുടെ ചുറ്റുപാടുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യാതെ തോറ്റ ഒരു പോരാളിയാണ്. തനിച്ചാണെന്ന് തോന്നുവാണെങ്കിൽ സ്വയം വിശ്വാസം അർപ്പിക്കുക, മുന്നോട്ടുള്ള യാത്രയിൽ പോരാടുക. രാജ്യത്തെ സേവിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കാനും സമൂഹത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നു. For me, civil service is not just a career, it is a calling. It also different the chance of between a people's livings and